आप बात नहीं करते, आप गले नहीं लगते, आप उन्हें आतंकवादी कहते हो। आप कहते हो ये सब आतंकवादी हैं। झूठ नहीं है, झूठ नहीं है, सच है, सच है। രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിനിടെ നിരന്തരം ഇടപെട്ട് മോദിയും അമിത്ഷായും രാജ്നാഥ് സിംഗും. രാഹുൽ ഗാന്ധി ഹിന്ദുക്കളെ അപമാനിക്കുകയാണെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. മാപ്പ് പറയണമെന്ന് അമിത്ഷാ ആവശ്യപ്പെട്ടു. അഗ്നിവീറുകൾക്ക് നഷ്ടപരിഹാരം നൽകുന്നുണ്ടെന്നും രാഹുൽ തെറ്റിദ്ധാരണ പരത്തുകയാണെന്നും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. लोकतंत्र ने और संविधान ने मुझे सिखाया है कि मुझे विपक्ष के नेता को गंभीरता से लेना चाहिए। उनका वाक्य था, जो अपने आप को हिंदू कहते हैं वो हिंसा की बात करते हैं, हिंसा करते हैं। मान्यवर, इस देश में शायद इनको मालूम नहीं है, करोड़ों लोग अपने आप को गर्व से हिंदू कहते हैं। एसजीपीसी का मत वो ले ले। और मान्यवर, अभय की बात तो इनको करने का कोई अधिकार नहीं है। आपातकाल में पूरे देश को इन्होंने भयभीत करा है, लाखों लोगों को जेल में डाला। और आतंक, वैचारिक आतंक अगर कभी था, वैचारिक आतंक कभी था तो आपातकाल के वक्त था। और मान्यवर दिल्ली में दिन दहाड़े हजारों सिख भाइयों का कत्लेआम उनके शासन में हुआ। आज वो भय की बात कर रहे हैं। मान्यवर, मेरा आपसे आग्रह है कि श्री राहुल गांधी, नेता प्रतिपक्ष, पहला भाषण होने के बावजूद माफी मांगनी चाहिए। न केवल सदन, पूरे देश की माफी मांगनी चाहिए। गलत बयानी करके सदन को गुमराह करने की कोशिश। गलत नहीं है सर, गलत नहीं है सर। लेना चाहता हूं कि युद्ध के दौरान अथवा सीमाओं की सुरक्षा के दौरान यदि हमारा कोई अग्निवीर का जवान शहीद होता है तो उसके 1 करोड़ रुपए की धनराशि सहायता के रूप में उसके परिवार को मुहैया कराई जाती है। इस प्रकार की गलत बयानी से सभी को गुमराह करने की कोशिश नहीं की जानी चाहिए। संसद में अध्यक्ष സംഭവബഹുലമായ പ്രക്ഷുബ്ധമയമായ ബഹളമയമായ നിമിഷങ്ങൾക്കാണ് ലോക്സഭ സാക്ഷ്യം വഹിച്ചത്. വിവരങ്ങൾ നൽകാൻ സജു തോമസും ഡി ധനസുമോദും ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ആദ്യം സജു തോമസിലേക്ക്. സജു, പ്രക്ഷുബ്ധമയം, അതിനപ്പുറം വാക്പോരും നേരിട്ടുള്ള നേർക്കുനേരെയുള്ള പോർവിളിയും ഇതൊക്കെ കാണുകയാണ്. അതായത് കഴിഞ്ഞ ഒരു 10 വർഷക്കാലം കാണാൻ കഴിയാത്ത ചില കാഴ്ചകളിലേക്ക് ലോക്സഭ കടക്കുകയാണ്. അതായത് ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ കുപ്പായത്തിൽ, പ്രതിപക്ഷ നേതാവിൻ്റെ റോളിൽ ആദ്യമായി ലഭിച്ച അവസരം എണ്ണി പറഞ്ഞ് 10 വർഷം ഏതെല്ലാം നിലക്ക് BJPയും മോദിയും പ്രതിരോധത്തിലായ വിഷയങ്ങളുണ്ട് അതെല്ലാം എണ്ണി പറഞ്ഞ് ആഞ്ഞടിക്കുന്നു രാഹുൽ ഗാന്ധി. എന്തൊക്കെയാണ് സഭയിൽ സംഭവിച്ചത്? എന്തുകൊണ്ടൊക്കെയാണ് മോദിക്കും അമിത്ഷാക്കും രാജ്നാഥ് സിംഗിനും മറുപടി പറയേണ്ടി വന്നത്? സഭയിൽ സംഭവിച്ചതെല്ലാം പറയൂ, വിശദീകരിക്കൂ. സൈഫുദ്ദീൻ, തീർച്ചയായിട്ടും ജനാധിപത്യത്തിന്റെ സൗന്ദര്യം എന്താണെന്ന് ഇന്ന് ഇന്ത്യൻ ജനത മനസ്സിലാക്കിയ ദിവസം കൂടിയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിലൂടെ. ഇപ്പോൾ സൈഫുദ്ദീൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കഴിഞ്ഞ 2 മോദി സർക്കാരിന്റെ സമയത്ത്, അതായത് 10 വർഷക്കാലമായി ഇന്ത്യൻ ജനാധിപത്യം അല്ലെങ്കിൽ ഇന്ത്യൻ പാർലമെന്റിൽ ഒരു പ്രതിപക്ഷ സ്വരമില്ലാതെ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവില്ലാത്ത രീതിയിൽ വളരെ വലിയ രീതിയിൽ BJP ഭരണഘടനയും ഒക്കെയും ആക്രമിക്കുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ അവരുടെ ഒരു അധികാരികത്വത്തിന്റെ ഘട്ടങ്ങളിലൂടെയാണ് ഈ കഴിഞ്ഞ 10 വർഷം കടന്നുപോയത്. അതിന് ഒരു അപ്രമാദിത്വത്തിൽ നിന്നൊക്കെയും അറുതി വരുത്തിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ ഇന്നത്തെ പ്രസംഗത്തിലൂടെ. പ്രധാനമായിട്ടും രാഹുൽ ഗാന്ധി ഇന്ന് അദ്ദേഹത്തിന്റെ പ്രസംഗം ആരംഭിച്ചത് തന്നെ ഭരണഘടനയെ പറ്റി പറഞ്ഞുകൊണ്ടാണ്. ഭരണഘടനയെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് കോൺഗ്രസ് നിലകൊള്ളുന്നത്. താൻ എന്ന വ്യക്തി ഒരു ഭരണഘടന അനുസൃതമായ അല്ലെങ്കിൽ ഭരണഘടനയെ അനുസരിക്കുന്ന പൗരനാണ്. അതുകൊണ്ട് തന്നെ ഭരണഘടന ഉയർത്തിപ്പിടിക്കാനാണ് ഇന്ത്യക്കാരനായ താൻ പരിശ്രമിക്കുന്നത്. എന്നാൽ അതിനെ തകർക്കാനാണ് BJP സർക്കാരും മറ്റ്
NDAയിലെ അംഗങ്ങളും ശ്രമിക്കുന്നത് എന്നുള്ള ഒരു വലിയ വിമർശനമാണ് രാഹുൽ ഗാന്ധി ഉയർത്തിയത്. അതായത് രാവിലെ ഇന്ന് പാർലമെന്റ് സമ്മേളിച്ച ആദ്യ ദിനം, അതായത് ആദ്യ സമയം മുതൽക്ക് തന്നെ വലിയ പ്രക്ഷോഭമായിരുന്നു പാർലമെന്റിൽ ഉണ്ടായത്. പ്രത്യേകിച്ച് ഈ നീറ്റ് വിഷയം, അതുപോലെ ഈ ഏജൻസികളെ ഉപയോഗിച്ച് പ്രതിപക്ഷ നേതാക്കളെയൊക്കെയും വരുതിയിലാക്കാൻ ശ്രമിക്കുന്നു, ആക്രമിക്കാൻ ശ്രമിക്കുന്നു, വലിയ രീതിയിൽ കേസെടുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള വിഷയങ്ങളൊക്കെയും ഉന്നയിച്ച് ഇന്ത്യ മുന്നണിയിലെ നേതാക്കൾ വലിയ പ്രതിഷേധമൊക്കെയും പാർലമെന്റിന് മുൻപിൽ നടത്തിയിരുന്നു. അതിന് തൊട്ടു പിന്നാലെ പാർലമെന്റിനുള്ളിലും നീറ്റ് വിഷയം അടക്കമുള്ള കാര്യങ്ങൾ രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ ഉയർത്തിയിരുന്നു. അടിയന്തര പ്രമേയമായി ചർച്ച ചെയ്യണമെന്നുള്ള ആവശ്യവുമായി പ്രതിപക്ഷത്തു നിന്നുള്ള വിവിധ പാർട്ടികൾ അടിയന്തര പ്രമേയ നോട്ടീസൊക്കെയും നൽകിയിരുന്നാൽ അതൊക്കെയും തള്ളുന്ന നിലപാടാണ് ഇന്ന് സ്പീക്കറുടെ ഭാഗത്തു നിന്നുണ്ടായത്. തുടർന്നാണ് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള ചർച്ച തുടങ്ങിയത്. അതിന്മേൽ രാഹുൽ ഗാന്ധിക്ക് ഈ ചർച്ചയിൽ പങ്കെടുത്ത് പ്രസംഗിക്കാനുള്ള സമയം കിട്ടിയപ്പോഴായിരുന്നു രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും 10 വർഷത്തെ BJP സർക്കാരിനെയും അമിത്ഷായെയും അതുപോലെ തന്നെ രാജ്നാഥ് സിംഗിനെയും ഒക്കെയും വലിയ രീതിയിൽ കടന്നാക്രമിക്കുന്ന രീതിയിലേക്ക് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം പോയത്. പ്രധാനമായിട്ടും രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിക്കെതിരെയുള്ള പരിഹാസങ്ങളും വിമർശനമാണ് പ്രധാനമായിട്ടും അദ്ദേഹം ഉയർത്തിയത്. രാഹുൽ ഗാന്ധി ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇന്ത്യയിൽ BJP ഭയം സൃഷ്ടിക്കുന്നു, ഇന്ത്യയിലെ സാധാരണക്കാരനെയും ദളിതനെയും അല്ലെങ്കിൽ ഇന്ത്യയിലെ അധികൃത വിഭാഗത്തെയും അംഗീകരിക്കാത്ത നിലപാടാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ളത്, ഇന്ത്യയിലെ ജനങ്ങൾ ഭയന്ന് ജീവിക്കുകയാണ് എന്നുള്ള വിമർശനമാണ് പ്രധാനമായിട്ടും രാഹുൽ ഗാന്ധി ഉയർത്തിയത്. അതിന് വിവിധ മതചിഹ്നങ്ങൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ മതപുരോഹിതന്മാരെയും അതല്ലെങ്കിൽ ദൈവങ്ങളെയും ഒക്കെയും ഉയർത്തിക്കാട്ടിയാണ് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ആരംഭിച്ചത്. ഒരു മതത്തിനു വേണ്ടി മാത്രം നിലകൊള്ളേണ്ടതല്ല ഇന്ത്യൻ ജനാധിപത്യം എന്നുള്ള ഇന്ത്യയുടെ വസ്തുത ഏറ്റവും കൂടുതലായി ഇന്ന് പാർലമെന്റിൽ ഉയർത്തിക്കേട്ടത് അല്ലെങ്കിൽ ഉയർന്നു കേട്ടത് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൽ കൂടെയാണ്. അത് ഏറ്റവും കൂടുതൽ ഇന്നത്തെ ഈ ദിവസം ജനങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രധാനമായിട്ടും രാഹുൽ ഗാന്ധിയുടെ വിമർശനം മോദിക്കെതിരെയും അതുപോലെ 10 വർഷത്തെ BJP ഭരണത്തിനെതിരെയുമായിരുന്നു. ഓരോ വിഷയങ്ങളും എണ്ണി പറഞ്ഞുകൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധി ഭരണപക്ഷത്തെ ആക്രമിച്ചത്. അത് നീറ്റായാലും അല്ലെന്നുണ്ടെങ്കിൽ മറ്റ് അഗ്നിവീർ വിഷയങ്ങളായാലും കർഷകരുടെ പ്രശ്നങ്ങളായാലും രാജ്യത്തെ സമ്പത്തിന്റെ വിഭജനമായാലും സാധാരണക്കാരുടെയും ദളിതന്റെയും പ്രശ്നങ്ങളായാലും ഭരണഘടനയെ ആക്രമിക്കുന്ന രീതിയുമായാലും ഒക്കെ വലിയ രീതിയിൽ BJP സർക്കാരിനെ കടന്നാക്രമിക്കുന്ന രീതിയിലേക്കാണ് രാഹുൽ ഗാന്ധിയുടെ ഇന്നത്തെ പ്രസംഗം പോയത്. എന്തായാലും അത് പലതവണ തടസ്സപ്പെടുത്താൻ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും അമിത്ഷായുടെയും അതുപോലെ മറ്റ് മന്ത്രിമാരുടെയൊക്കെയും ഭാഗത്തു നിന്നുണ്ടായിരുന്നു, മറ്റ് അംഗങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. സ്പീക്കർ അതായത് ഇന്നത്തെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിലുടനീളം അദ്ദേഹം കോഡ് ഓഫ് കോണ്ടക്ട് തെറ്റിക്കുന്നു അല്ലെങ്കിൽ അദ്ദേഹം സഭയുടെ മാന്യതയ്ക്ക് നിരക്കാത്ത രീതിയിൽ സംസാരിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഉയർത്തി കാണിക്കാൻ ശ്രമിച്ചു. പക്ഷേ രാഹുൽ ഗാന്ധി ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ് താൻ പ്രതിപക്ഷ നേതാവായി ഇവിടെ തുടരുന്നത് എന്നുള്ള വസ്തുത ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ഇന്ന് പാർലമെന്റിൽ അലയടിച്ചത്. എന്തായാലും ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം എന്താണ് അല്ലെങ്കിൽ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ശക്തി എന്താണെന്ന് വെളിവാക്കുന്ന രീതിയിലേക്കായിരുന്നു രാഹുൽ മോദി ദ്വന്ദ്വ യുദ്ധം ഇന്ന് പാർലമെന്റിൽ നടന്നത്. എന്തായാലും ഈ വിഷയങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വലിയ വിമർശനമാണ് രാഹുൽ ഗാന്ധി ഉയർത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ രാജ്യത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന സാധാരണക്കാരും ദളിതരും അനുഭവിക്കുന്ന ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന വിഷയങ്ങളിൽ എന്തുകൊണ്ട് പ്രധാനമന്ത്രി 10 വർഷമായിട്ട് മൗനം പാലിക്കുന്നു, മണിപ്പൂർ അടക്കമുള്ള വിഷയങ്ങളിൽ എന്തുകൊണ്ട് പ്രധാനമന്ത്രി മൗനം പാലിക്കുന്നു, അതായത് മണിപ്പൂരിൽ സംഭവവികാസങ്ങൾ നടമാടി അതായത് 1 വർഷം കഴിഞ്ഞിട്ടും എന്തുകൊണ്ട് പ്രധാനമന്ത്രി മണിപ്പൂർ സന്ദർശിക്കാൻ കൂട്ടാക്കുന്നില്ല എന്ന തരത്തിൽ വലിയ വിമർശനമാണ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ഇതിനുള്ള മറുപടിയായിട്ട് പലതവണ ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാഹുൽ ഗാന്ധി മാപ്പ് പറയണം, അദ്ദേഹം ഹിന്ദുക്കളെ അപമാനിക്കാൻ ശ്രമിച്ചു എന്നുള്ള രീതിയിലേക്കൊക്കെയും അദ്ദേഹത്തിന്റെ പ്രസംഗത്തെ വളച്ചൊടിക്കാൻ ശ്രമിച്ചെങ്കിലും കൃത്യമായ രീതിയിൽ മറുപടി നൽകുന്ന ഒരു പ്രതിപക്ഷ നേതാവിനെയാണ് ഇന്ന് രാജ്യത്തിന് പാർലമെന്റിൽ കാണുവാനിടയായത്. പ്രത്യേകിച്ച് അതായത് രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഈ അക്രമങ്ങളുടെയൊക്കെ പിന്നിൽ BJP ആണ്, ഒരു വിഭാഗം ഹിന്ദുക്കളാണ് ഈ വിഷയങ്ങൾക്കൊക്കെയും പിന്നിൽ, അവർ യഥാർത്ഥ ഹിന്ദുക്കളല്ല എന്നുള്ള പ്രധാനപ്പെട്ട ഒരു വസ്തുതയായിരുന്നു രാഹുൽ ഗാന്ധി പറയുവാൻ ശ്രമിച്ചത്. എന്നാൽ അതിനെയൊക്കെയും തടസ്സപ്പെടുത്തുന്ന രീതിയിലേക്കാണ് ഭരണപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുള്ള നടപടികൾ ഉണ്ടായത്. സ്പീക്കറിന്റെ ഭാഗത്തു നിന്നും അദ്ദേഹത്തിന്റെ പ്രസംഗത്തെ പലതവണ തടസ്സപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അതിനെയൊക്കെയും എതിർത്തുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ മറുപടി പ്രസംഗത്തിൽ, നയപ്രഖ്യാപനത്തിന്മേലുള്ള പ്രസംഗത്തിൽ BJPക്കെതിരെയും മോദിക്കെതിരെയും വലിയ രീതിയിലുള്ള വിമർശനമാണ് രാഹുൽ ഗാന്ധി ഇന്ന് ഉയർത്തിയിരിക്കുന്നത്. അദ്ദേഹം ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ തന്റെ അവകാശമാണ്, അത് താൻ നേടിയെടുത്തത് ഇന്ത്യൻ ഭരണഘടനയിലൂടെയാണ്, അത് താൻ നിറവേറ്റും എന്നുള്ളതാണ് ഇന്ത്യൻ ജനതയ്ക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനം, അതിനുവേണ്ടിയാണ് താൻ പോരാടുന്നത് എന്നുള്ളതായിരുന്നു രാഹുൽ ഗാന്ധി ഇന്ന് സഭയിൽ ഉടനീളം പറയുവാൻ ശ്രമിച്ചത്. എന്തായാലും ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള തന്റെ പോരാട്ടം ആരംഭിച്ചു എന്നുള്ളതിന് ഇന്ത്യൻ ജനതയ്ക്ക് ആദ്യത്തെ ഒരു തുടക്കം
എന്ന വണ്ണമാണ് രാഹുൽ ഗാന്ധിയുടെ ഇന്നത്തെ സഭയിലെ പ്രസംഗം. പ്രത്യേകിച്ച് ഈ അഴിമതി ആരോപണങ്ങൾ അടക്കമുള്ള കാര്യങ്ങളിൽ മോദി അദാനി ബാന്ധവത്തെ പറ്റിയും രാജ്യത്തെ വിഭവങ്ങളുടെ വിഭജനത്തെ പറ്റിയും സമ്പത്ത് കൊള്ളയടിക്കുന്നതിനെ പറ്റിയും ഒക്കെയും വലിയ രൂക്ഷമായ ഭാഷയിലായിരുന്നു മോദി സർക്കാരിനെതിരെ രാഹുൽ ഗാന്ധി ഇന്ന് ആക്രോശങ്ങൾ ഉയർത്തിയത്. എന്തായാലും വലിയ രീതിയിലേക്കുള്ള ആക്രോശങ്ങൾക്കൊടുവിൽ ഇന്ന് അദ്ദേഹത്തിന്റെ പ്രസംഗം ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. മറ്റ് അംഗങ്ങളൊക്കെയും പ്രസംഗിക്കുകയാണ്. എന്തായാലും രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗമാണ് അവസാനിച്ചിരിക്കുന്നത്. മറ്റ് പാർട്ടികളിൽ നിന്നുള്ള നേതാക്കൾ ഇപ്പോഴും പാർലമെന്റിൽ അവരുടെ അവകാശം അല്ലെങ്കിൽ അവരുടെ പ്രസംഗങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും സൈഫുദ്ദീൻ സൂചിപ്പിച്ചതുപോലെ ജനാധിപത്യം എന്നുള്ളത് അല്ലെങ്കിൽ ഇന്ത്യൻ ജനാധിപത്യം എന്താണെന്നുള്ളത് കഴിഞ്ഞ 10 വർഷമായി ഇന്ത്യൻ ജനത അറിഞ്ഞിട്ടില്ല. അത് കൃത്യമായിട്ട് എന്താണ് ഇന്ത്യൻ ജനാധിപത്യം അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം ഒരു ജനാധിപത്യ രാഷ്ട്രം വർത്തിക്കേണ്ടത് എന്നുള്ളത് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലൂടെ കൃത്യമായി അദ്ദേഹം ഇന്ന് പാർലമെന്റിനെ ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ്. സൈഫുദ്ദീൻ, തീർച്ചയായും 2 മണിക്കൂറോളം നീണ്ട രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം, പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ അദ്ദേഹത്തിന് ലഭിച്ച ആദ്യത്തെ അവസരം അത് ഭരണപക്ഷത്തിനെതിരെ, സർക്കാരിനെതിരെ എല്ലാ വിഷയങ്ങളും ഉയർത്തിക്കാട്ടിക്കൊണ്ട് പ്രധാനമന്ത്രിക്കെതിരെ കടന്നാക്രമിക്കാൻ ഉപയോഗിക്കുന്നു രാഹുൽ ഗാന്ധി. ഒരു ഭാഗത്ത് രാഹുൽ ഗാന്ധി ഒറ്റയ്ക്കും മറുഭാഗത്ത് പ്രധാനമന്ത്രിയും അമിത്ഷായും രാജ്നാഥ് സിംഗും കൂടി മറുപടി നൽകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ലോക്സഭയിൽ നിന്ന് കണ്ടത്. പലപ്പോഴും താൻ അതായത് ദൈവികമായ കഴിവുകൾ ഉള്ളവനാണ് താൻ എന്ന നരേന്ദ്രമോദിയുടെ നേരത്തെ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലുള്ള പ്രസ്താവന വെച്ച് പല സമയങ്ങളിൽ പ്രധാനമന്ത്രിയെ നേരിട്ട് പരിഹസിക്കുന്നതും നമ്മൾ കണ്ടു. ആ നിലയ്ക്ക് എല്ലാ അർത്ഥത്തിലും വലിയൊരു പ്രതിപക്ഷത്തിൻ്റെ ഒരു വലിയ തിരിച്ചുവരവും കൂടിയാണെന്ന് ലോക്സഭയിൽ കണ്ടത്.